ഹായ് എവരിവൺ. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് എങ്ങനെ മടി മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാമെന്ന് ഗൂഗിളിലോ ChatGPTയിലോ തിരഞ്ഞതുകൊണ്ടാണോ? എങ്കിൽ നിങ്ങൾക്കൊരു വലിയ സത്യം അറിയാം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു മടിയൻ ഇരിപ്പുണ്ട്. പലരും പറയും മടി ശത്രുവാണെന്ന്. എന്നാൽ ജാക്മ പറയുന്നത് മറ്റൊന്നാണ്. മടി നമ്മുടെ ശത്രുവല്ല, മറിച്ച് നമുക്ക് വളരെ മോശം ഉപദേശങ്ങൾ നൽകുന്ന ഒരു സുഹൃത്താണ്. ഇത് നമുക്ക് നാളെ ചെയ്യാം, അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടി ഉറങ്ങാം എന്നൊക്കെ ഈ സുഹൃത്ത് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മടിയെ വെറുത്തുകൊണ്ടല്ല, മറിച്ച് ബുദ്ധിപരമായി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായി കാണുക, കാരണം നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. ഫസ്റ്റ് വൺ, വൈ ആർ യു ലേസി? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, എന്തുകൊണ്ടാണ് നമുക്ക് മടി വരുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ജാക്മ ഇതിൽ പറയുന്നൊരു തിയറി, മടി എന്നത് ഒരു സിഗ്നലാണ് നമുക്ക് നൽകുന്നത്. മടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമുക്ക് ലഭിക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ തളർന്നിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് അത്രമേൽ ബോറടിക്കുന്നുണ്ടാകാം. അതുമല്ലെങ്കിൽ ആ ജോലി എന്തിന് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തതയുമില്ല. അതുകൊണ്ട് സ്വയം നിങ്ങൾ ശപിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുക: എന്തുകൊണ്ടാണ് ഞാൻ ഈ ജോലിയെ മാറ്റിവെക്കുന്നത്? മനസ്സിലാക്കുക, മടി ഊർജ്ജമില്ലായ്മ കൊണ്ടല്ല, ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ മടി ഫീൽ ചെയ്യുന്നത്. നമ്പർ 2, ദ പവർ ഓഫ് വൈ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഫോണിൽ റീൽസ് നോക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സിനിമ കാണാനോ നമുക്ക് ആരും മോട്ടിവേഷൻ നൽകേണ്ടി വരാറില്ല. എന്തുകൊണ്ട്? കാരണം നമുക്കതിൽ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരവും നിങ്ങളുടെ ജോലിയെ, ബിസിനസ്സിനെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളുമായി ബന്ധിപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ, അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം, അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം, ഇതൊക്കെ നിങ്ങളുടെ ഒരു സ്ട്രോങ് വൈയാക്കി മാറ്റുക. നിങ്ങളുടെ ലക്ഷ്യം എത്രത്തോളം വ്യക്തമാണോ അത്രത്തോളം മടി നിങ്ങളെ വിട്ടുപോയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദി 5 മിനിറ്റ് റൂൾ. നമ്മുടെ തലച്ചോറിന് വലിയ വലിയ ജോലികൾ കാണുമ്പോൾ പേടിയാണ്. ഒരു പുസ്തകം എഴുതണമെന്ന് വിചാരിക്കുമ്പോൾ മടി പെട്ടെന്ന് വരും. എന്നാൽ ഒരു പാരഗ്രാഫ് എഴുതണമെന്ന് വിചാരിക്കുമ്പോഴോ അത് നമുക്ക് ഈസിയായി തോന്നും. ഇതിനെയാണ് ദി 5 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. ഏതൊരു വലിയ ജോലി 5 മിനിറ്റ് മാത്രം ചെയ്യാവുന്ന ചെറിയ കഷ്ണങ്ങളാക്കി തിരിക്കുക. ഒരിക്കൽ നിങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അത് പൂർത്തിയാക്കാൻ വളരെ എളുപ്പമായിരിക്കും. 5 മിനിറ്റ് മാത്രം ജോലി ചെയ്യുക. മടിക്ക് ഒഴിവുകൾ പറയാൻ എന്ത് ചെയ്യുക? സമയം നൽകാതിരിക്കുക. എല്ലാ എക്സ്ക്യൂസുകളെയും നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ ഹാബിറ്റായി നമുക്ക് മാറേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ, ചേഞ്ച് യുവർ എൻവയോൺമെൻറ്റ്. നമ്മുടെ ഇച്ഛാശക്തി, അല്ലേ, വിൽ പവർ ഒരു ബാറ്ററി പോലെ, അത് പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ സ്വയം മാറുന്നതിന് പകരം അവരുടെ സാഹചര്യങ്ങളെയാണ് മാറ്റുന്നത്. ജോലി ചെയ്യുമ്പോൾ ഫോൺ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത മുറിയിൽ വയ്ക്കുക. അത് കൂടുതൽ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കിടക്കയുടെ അടുത്തിരുന്ന് ജോലി ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ചുറ്റുപാട് ജോലിക്ക് എന്ത് ചെയ്യുക? അനുയോജ്യമാക്കി മാറ്റുക. ജോലി ചെയ്യുന്നത് എളുപ്പവും മടിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടുമാകുന്ന ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക, ലോകം സുഖ സൗകര്യങ്ങൾക്കല്ല പ്രതിഫലം നൽകുന്നത്, നിങ്ങളുടെ മൂല്യത്തിനാണ്. ജീവിതം കഠിനമാണ്, പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ അച്ചടക്കമുള്ളവനാക്കി മാറ്റിയാൽ അത് മനോഹരമായി മാറും. നിങ്ങളുടെ ഭാവി രൂപം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വരും കാലത്ത് നിങ്ങളോട് നന്ദി പറയുന്ന ഒരു വ്യക്തിയാകണോ അതോ നിരാശപ്പെടുന്ന ഒരാളാകണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എഴുന്നേൽക്കുക, ആ ചെറിയ ചുവടുവയ്പ്പ് നടത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എക്സ്ക്യൂസ് പറയുന്ന, മടി പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പ്രകാശം പരക്കട്ടെ.